തുരുത്തിക്കാട്, മല്ലപ്പള്ളി താലൂക്ക്, കല്ലുപ്പാറ പഞ്ചായത്ത്. ഈ വിവരം നാട് മൊത്തം, അതായത് മുഖ്യമന്ത്രി, കോടതി, തിരുവല്ല കോടതി, ഹൈക്കോടതി, എറണാകുളം കോടതി, സുപ്രീം കോടതി വരെ ഈ ലെറ്ററുകൾ, അതായത് ഈ കേസിൻ്റെ ലെറ്ററുകൾ പലയിടത്തും പോയി അവിടുന്നാണ്, ഹൈക്കോടതിയിൽ നിന്നാണ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ തന്നിരിക്കുന്നത്. എന്നിട്ടും ഞങ്ങളെ നിരന്തരം ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇവരുടെ മെയിൻ പരിപാടി, അതായത് വിജയനും പൊന്നി എന്ന് പറയുന്ന ആൾക്കാരും പ്രസന്നയും കൂടിച്ചേർന്ന് ഈ ദ്രോഹം തുടങ്ങിയത്. ആദ്യം ചെയ്ത ദ്രോഹം കള്ളക്കേസ് കൊടുക്കുക, വനിതാ സെല്ലിലും പിന്നെ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ വകുപ്പിൽ ചേർത്ത് കള്ളക്കേസ് കൊടുക്കുകയാണ് ഇവരുടെ ആദ്യം ചെയ്ത പരിപാടികൾ. പോലീസ് സ്റ്റേഷൻ തോറും കയറി ഇറങ്ങി നടക്കുകയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കാലത്തെ പരിപാടികൾ. ജീവിക്കാൻ മാർഗമില്ലാഞ്ഞ കാലത്ത് തൊഴിലെടുക്കാൻ സമ്മതിക്കത്തില്ല. തൊഴിലെടുത്താൽ കേസ് കൊടുക്കുക. കൊച്ചുപറമ്പിൽ സണ്ണി 36,000 രൂപ പണികൂലി തരാനുണ്ട്. അത് തിരുവല്ല കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാജേഷിൻ്റെ പേരിൽ, രാജേഷ് എന്ന് പറഞ്ഞ് കുഴുവേലി മേപ്പുറം ശ്രീധരൻ KP മോനായ രാജേഷ്, അവിടുന്ന് പിന്നെ നിരന്തരം ദ്രോഹം കാരണം കൊണ്ട് വർക്ക്ഷോപ്പ് പൂട്ടിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് അപ്പനുമായിട്ട് എതിർപ്പായി, സംഘർഷമായി, പല കേസുകൾ കൊടുക്കുകയാണ് ഇവരുടെ പിന്നെ നിരന്തരം പരിപാടി. പിന്നെ തുടങ്ങി റോഡിൽ കിടന്ന് വ്യഭിചാരം ചെയ്ത ആളുടെ പ്രായം കൊണ്ട് ഇപ്പോൾ ബഹുമാനിക്കില്ല, അന്നും ഇന്നും ആ ആളോട് ബഹുമാനം ഉണ്ടായിരുന്നു. അയാൾ തന്നെ കളഞ്ഞു കുളിച്ചു. അങ്ങനെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ നിന്ന് എന്നെ പുറത്താക്കി. അതായത് പ്രധാനമന്ത്രി ആദ്യം ശിവഗിരി മഠത്തിൽ വന്നപ്പോൾ ആ യാത്രക്കിടയിൽ എന്നെ ആക്ഷേപിച്ചു, ജാതി പേര് പറഞ്ഞ് ആക്ഷേപിച്ച കാരണം കൊണ്ട് എന്നെ RSSൽ നിന്ന് പുറത്താക്കി. അത് വിശ്വകർമ്മ സമുദായത്തിൻ്റെ ആജ്ഞയോടാണെന്നുള്ളത് പിന്നെ ഞാൻ അറിഞ്ഞു, എന്താ കാര്യമെന്നുള്ളത്. പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ നായന്മാർ, അതായത് പോരട്ടിക്കാവിൽ ദേവീക്ഷേത്രം നടത്തിപ്പിക്കൊണ്ടിരിക്കുന്ന ആൾ, സതീഷേട്ടൻ എന്ന് എല്ലാവരും വിളിക്കുന്നത്, ആ സതീഷേട്ടൻ്റെ കാരണം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നാണ്. വിജയനും ആശാരി വിജയൻ എന്ന് പറയുന്ന പൂതക്കുഴിമലയിൽ ആ ആള് പോർട്ടിക്കാവിലമ്പലം അങ്ങ് പുനരുദ്ധാനം ചെയ്ത കാരണം കൊണ്ട് പിന്നെ തുരുത്തിക്കാട്ടിൽ കരയിൽ ആർക്കും ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല. സതീഷേട്ടനോട് ഞാനൊരു മറുപടി പറഞ്ഞായിരുന്നു ആ റോഡിൽ വെച്ച്, അതായത് പോർട്ടിക്കാവിലമ്പലത്തിൻ്റെ ഇപ്പുറത്തായിട്ട് ഈ ദേവിയെ കൂടെ കൊണ്ടുവെക്കുകയാണെങ്കിൽ ബൈഠക്ക് നടത്താം, എല്ലാവർക്കും വന്ന് പൂജ ചെയ്ത് പോകാമെന്ന്. അത് മറന്നിട്ടുണ്ടെങ്കിൽ 8 വർഷമായി ആ കാര്യം നടന്നിട്ട്. അത് മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, എൻ്റെ പേരിൽ ഇനിയും എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ഹൈക്കോടതി കൊണ്ടുവന്ന് ഈ കാരണങ്ങൾ കാണിച്ച് എൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കാമെന്ന്. നല്ലതായിരിക്കും, നന്നായി വരികയും ചെയ്യും. എല്ലാവരും എന്താ ഞാൻ ചെയ്തത് എന്നുള്ളത് അവർ വാദിഭാഗം, ഈ പറയുന്ന ആൾക്കാരെല്ലാം വാദിഭാഗം. പ്രസന്നയ്ക്ക് അങ്ങനെങ്കിലും, അതായത് ഗീതാകുമാരി പ്രസന്നയ്ക്ക് അങ്ങനെങ്കിലും ഒരു ഭർത്താവിനെ കിട്ടുമല്ലോ, ലിംഗമുള്ള ഒരു ഭർത്താവിനെ കിട്ടുമല്ലോ. ഇനിയും ചെയ്യാൻ പോകുന്നത് ഇത്രയുമേ ഉള്ളൂ. സമൂഹത്തിൽ ഈ കാര്യങ്ങൾ ഇനി മേലിൽ ഒരു മനുഷ്യനും വരരുത്. അതിനുവേണ്ടി പത്തനംതിട്ടയിൽ ഇരിക്കണം ഈ വേസി പ്രസന്നയും ഈ അനുയായികളും ഗുണ്ടകൾ, എൻ്റെ വീട് കത്തിച്ചവരും എന്നെ റോഡിലിട്ട് മർദ്ദിച്ചവരും എൻ്റെ തൊഴിൽ നഷ്ടപ്പെടുത്തി എനിക്ക് പണികൂലി തരാനുള്ള ആൾക്കാരും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരണം പത്തനംതിട്ടയിൽ. ഈ വേസി പ്രസന്നെ ഉണ്ടാക്കിയവർ പമ്മിയിരുന്നുണ്ട്, അത് അവർ കാശ് കൊടുത്തിട്ടായിരിക്കും പോയേക്കുന്നത്. ഭൂരിഭാഗവും ആൾക്കാരും വിചാരം കഴിഞ്ഞിട്ട് കാശ് കൊടുത്തിട്ടായിരിക്കും പോയേക്കുന്നത്, അല്ലേ അവൾ ബാക്കിയൂടെ അടിച്ച് മാറ്റും. പല ആൾക്കാർ നാറ്റക്കേസ് കാരണം കൊണ്ട് ഇന്നലെ ഒരു വാർത്ത ഇട്ടപ്പോൾ ആ ആളുടെ ഒരു പേര് ഉച്ചരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വരികയും എന്നെ വെട്ടിക്കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട്. പുറകെ നടന്ന് നിരന്തരം ദ്രോഹമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കൂടോത്രം ചെയ്യാൻ പോകുന്നതും മറ്റുള്ള കാര്യങ്ങളും നോക്കുക, കൂടോത്രം അഴിച്ചുവിടുന്നുണ്ടോ നോക്കുക,
എവിടാ പോകുന്നതെന്ന് നോക്കുക, എത്ര മുസ്ലിങ്ങളുടെ അടുത്ത് പോകുന്നുണ്ട് എന്നുള്ളത്. ഞങ്ങൾ പോയിട്ടുണ്ട് ഇല്ലെന്നല്ല ഞങ്ങൾ സമ്മതിക്കുന്നത്, പോയിട്ടുണ്ട് ദോഷം അഴിച്ചുവിടാനായിട്ട്. ആ ആളിനോട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും കടപ്പാടുകൊണ്ട് ബഹുമാനമുണ്ട്. ആ ആള് ഞങ്ങളുടെ സകല കാര്യങ്ങൾക്കും പറഞ്ഞു തരും എന്താണെന്നുള്ളത്. ഞങ്ങൾ ആർക്കും ദോഷം ചെയ്യാൻ ഇന്നേ നാഴി വരെ പോയിട്ടില്ല. ആ ആൾ ദോഷം ചെയ്യുന്ന ആളുമല്ല. മറ്റുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് ഞങ്ങൾ ഈ വ്യക്തികളുടെ ഫോട്ടോ കാണിച്ചപ്പോൾ അവർ പറയുന്നത് ഇവർ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആൾക്കാർ ഇതെല്ലാം മനസ്സിലാക്കി വെച്ച് ഈ വ്യക്തികളെ നല്ലതായിട്ട് തേജോവധത്തിന് ഇരയാക്കുക. മർദ്ദിക്കാനല്ല പറയുന്നത്, തേജോവധം, അതായത് ആക്ഷേപിച്ച് നിയമത്തിന് മുന്നേ കൊണ്ടുവരിക. ഇത്രയും നാളും ഞങ്ങൾ എന്തിന് പോലീസ് സ്റ്റേഷൻ തോറും നടന്നു എന്നുള്ളത് കീഴ്വായ്പൂരുള്ള മുന്നിരുന്ന പോലീസുകാർ തൊട്ട് ഈ ജനങ്ങളുടെ മുന്നാകെ വരുത്തിക്കണം. എന്താണ് ഞങ്ങൾ ചെയ്ത ശാപം? സംരക്ഷണം ചെയ്തതാണോ അതോ വ്യഭിചാരം വളർത്താൻ വേണ്ടി കുട പിടിക്കാഞ്ഞതാണോ? അത് നിയമപാലകരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, ഏതൊക്കെ വ്യക്തികളുണ്ട്, കോടതി പോകുന്ന വക്കീലന്മാരുണ്ട്. തിരുവല്ല കോടതിയിലെ ഒരു 4-5 വക്കീലന്മാരുണ്ട്. പല വ്യക്തികളുണ്ട് ഇതിന് കുട പിടിച്ചിരിക്കുന്ന. അവർക്ക് എല്ലാവരും കാണാൻ വേണ്ടി സമൂഹത്തിൽ ഈ വാർത്ത പെട്ടെന്ന് ബഹുമാനപ്പെട്ട ആൾക്കാർ ഇത് കണ്ട് മനസ്സിലാക്കി ഒരു സഹായം ചെയ്യുക.